how are you? Hope all are doing well. You see, it's my birthday cake. Mom made it. It's yummy and very tasty. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. ഇതിൽ നമുക്ക് ഷുഗർ കരാമലൈസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് തീ നല്ലോണം ചെറുതാക്കി വെക്കുക. അപ്പോഴേക്കും നമുക്കൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് വെണ്ണ തടവിക്കാം. ഉണ്ടാക്കാൻ പോകുന്നത് പ്രലൈൻസ് ആണ്. ഈ പ്രലൈന് കരാമൽ കേക്കിന് ഡെക്കറേഷനുമാണ്, ടേസ്റ്റിയുമാണ്. ചെറിയ തീയിലായിരിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കളറാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്രൗൺ ആവുന്ന ഭാഗത്ത് നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്തിരിക്കണം. ഇങ്ങനെ ഇളക്കി കൊടുക്കാതിരുന്നാൽ ഇത് ഡാർക്ക് കളറാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ തീ വളരെ സ്ലോ ആയിരിക്കുകയും വേണം. നിങ്ങൾക്ക് ഇതിന് ബദാം യൂസ് ചെയ്യാം, കാഷ്യൂ യൂസ് ചെയ്യാം. നമ്മളിവിടെ പീനട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറിലേക്ക് ഈ മിക്സ്ചർ ഒഴിച്ച് കൊടുക്കാം. ഇതിങ്ങനെ പരത്തി കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ ഷേപ്പും ആക്കിയെടുക്കാം. നമുക്ക് ഹാർട്ട് ഷേപ്പാക്കി ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഈ കേക്കിന് നമുക്ക് ബട്ടർ സ്കോച്ച് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഷുഗർ കാരാമലൈസ് ചെയ്യാം. പലർക്കും ഇത് അത്ര പെർഫെക്റ്റ് ആയി കിട്ടാറില്ല. ഇത് വെരി ലോ ഫ്ലെയിം ആക്കുകയും പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ മതി. നന്നായി മെൽറ്റ് ആയതിനു ശേഷം കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്ത ബട്ടർ ഉപ്പില്ലാത്ത ബട്ടർ ആയിരുന്നു, അൺസാൾട്ടഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. ഒരു നുള്ളുപ്പ്. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇതിൽ അലിയിപ്പിക്കണം. നല്ലോണം ഇളക്കി അലിയിച്ചെടുക്കുക. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ബട്ടർ സ്കോച്ച്. അടുത്തതായി നമുക്ക് ബട്ടർ സ്കോച്ച് കേക്ക് തയ്യാറാക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് തൈരുണ്ടാക്കണം. പാലിൽ കുറച്ച് വിനെഗർ ചേർത്തിട്ട് തൈരാവാൻ വെക്കാം. ഇത് മൈദയാണ്, അരിച്ചെടുക്കാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും. അളവുകളൊക്കെ നേരത്തെ എഴുതി കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പൊടികളും സിഫ്റ്റ് ചെയ്തെടുക്കാം. ഇനിയാണ് പൊടിച്ച പഞ്ചസാര ചേർക്കേണ്ടത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഈ അളവിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ പെർഫെക്റ്റായി കിട്ടും. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഒരു 1/4 കപ്പ് ഉരുക്കിയ ബട്ടർ. നമ്മൾ എടുത്തു വെച്ച മിൽക്ക് ഇപ്പോൾ നന്നായി തൈരായിട്ടുണ്ട്. അതും ആഡ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ചിൽ നിന്ന് കുറച്ചെടുത്തതാണ്. ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഓവർ മിക്സ് ചെയ്യരുത്. ഇത് കുറച്ച് വാനില എസൻസ് ആണ്. ശരിയായിട്ടുള്ള അളവുകൾ മുകളിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു സോസ് പാനിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ആദ്യം അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതായിരിക്കണം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. സോസ് പാന് നമുക്ക് കുറച്ച് പൊടി വിതറിയെടുക്കാം. അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറും വെക്കാം. വിതറുന്നതും പിന്നെ ബട്ടർ പേപ്പർ അടിയിൽ വെക്കുന്നതും കേക്ക് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു തവ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ട് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. ബട്ടർ ക്രീം വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇങ്ങനെ സോഫ്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. അത് ബീറ്റ് ചെയ്ത ശേഷം പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാം. ഇങ്ങനെ അല്പം ചേർത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ കുക്കായിട്ടുണ്ട്. ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് പൗഡറോ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളതോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നന്നായി ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഷുഗറും ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ കുറച്ച് മൈദ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതാണ്. നേരിട്ട് ഇതിലേക്ക് മൈദ ചേർക്കരുത്. കുറച്ചൊന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ്. ഈ മൈദയുടെ അളവൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ ക്രീം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അളവുകളോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം വരുന്നുണ്ട്. മറക്കരുത്, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഓവറായി വറക്കരുത്, അതിൻ്റെ വൈറ്റ് നിറം പോകരുത്. ബീറ്ററിലൊക്കെ നന്നായി ബട്ടർ പിടിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ മെല്ലെ സ്ലോയിലിട്ടിട്ട് പൊക്കിയെടുത്താൽ മതി. അപ്പോൾ ബീറ്ററിൻ്റെ ബ്ലേഡ് ഏകദേശം വൃത്തിയായി കിട്ടും. അങ്ങനെ നമ്മുടെ ബട്ടർ ക്രീം റെഡി. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലെയർ എഗ്ലെസ് ചോക്ലേറ്റ് കേക്കാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അല്ലെങ്കിൽ യൂട്യൂബിൽ എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് മോംസ് വേ എന്ന് സെർച്ച് ചെയ്താൽ മതി. ആ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിന് മുകളിൽ ഷുഗർ സിറപ്പ് പുരട്ടി കൊടുക്കാം.
ഇത് 1 ഗ്ലാസ് ഷുഗറും 2 ഗ്ലാസ് വെള്ളവും നന്നായി തിളപ്പിച്ചെടുത്തതാണ്. ബട്ടർ ക്രീം കൊണ്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. എല്ലായിടത്തും ഒരേ തിക്നെസ്സിലാക്കി കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതൊരു ചോസ്കോച്ച് കേക്കാണ്. അതായത് ചോക്ലേറ്റ് കേക്കും ബട്ടർ സ്കോച്ച് കേക്കും മിക്സായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രലൈനാണ്. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതുപോലെ പീസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ വിതറിയെടുക്കാം. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത ലെയറും വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ നോക്കാം. ഇത് ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ പകുതി മുറിച്ചെടുത്തതാണ്. ഇനി ആദ്യത്തെ പോലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഇത് കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനാണ്. അടുത്ത ലെയറും ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. ഇത് ആദ്യത്തെ കേക്കിനേക്കാളും കുറച്ച് വട്ടം കുറവായിരിക്കണം. ഈ കേക്ക് ഇങ്ങനെയാണ്. 2 കേക്ക് വെച്ചിട്ട് പല മോഡലിലും ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഷുഗർ സിറപ്പാക്കിയിട്ട് ബട്ടർ ക്രീം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം പാലൊഴിക്കുന്നു. പിന്നെ ഇത് പാൽപ്പൊടിയാണ്. ഇത് ചോക്ലേറ്റ് പൗഡർ. പിന്നെ പഞ്ചസാര. കാരണം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വാനില ആഡ് ചെയ്യണം. മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചേർക്കുന്നത് ഓയിലാണ്. നന്നായി തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് തിക്കായി വരുന്നുണ്ട്.
അങ്ങനെ ഇതുപോലെ ചോക്ലേറ്റ് സിറപ്പും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അറ്റത്ത് മുറിച്ച് കൊടുക്കാം. ആക്ച്വലി ചോക്ലേറ്റ് കേക്കിന് മേലെ ബട്ടർ സ്കോച്ചും ബട്ടർ സ്കോച്ച് കേക്കിന് മേലെ ചോക്ലേറ്റ് സിറപ്പ് നല്ല കോമ്പിനേഷനാണ്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ആ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ തന്നെ പകുതിയാണിത്. ഇതുകൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് പുരട്ടി കൊടുക്കാം. Wow, it's very wonderful decoration, Mom. Okay. Last but not least, നമുക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ ലെയറും കൂടി വെക്കാം. ഇനി ടോപ്പിലായിട്ട് നമുക്ക് പ്രലൈൻ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് വളരെ ഈസിയായ രൂപത്തിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് കൊണ്ടും ഡെക്കറേറ്റ് ചെയ്യാം. ബാക്കിയുള്ള ബട്ടർ സ്കോച്ചിൽ നമുക്ക് ക്രീം ആഡ് ചെയ്യാം. ഇത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള സ്റ്റാർ നോസിൽ എടുക്കുക. നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ഫിൽ ചെയ്യാം.
ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഹാർട്ട് ഷേപ്പ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. താങ്ക് യു മാം. ഇതായിരുന്നു നമ്മുടെ ക്വാറന്റൈൻ ബർത്ത്ഡേ കേക്ക്.